തല തൊട്ട് കാല് വരെ ഓൾമോസ്റ്റ് എല്ലാം അഫക്റ്റഡ് ആണ്. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പെട്ടെന്നൊരു റൂമിലേക്ക് ഒതുങ്ങി കൂടിയിരിക്കേണ്ട ഒരു അവസ്ഥ. പിന്നെ കഴുത്തിലായി, പുറത്തായി, റിബ്സിലായി, ഫേസിലേക്കായി, തലയിലേക്കായി, അങ്ങനെ ഫുള്ള് പെയിനും നീരുമായി. സാധാരണ ഒരു അസുഖം ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥന. പക്ഷെ നമുക്ക് അവസാനം എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ മതി, ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫുൾ സ്റ്റേജ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ തോന്നലാണെന്ന് പറയുന്നതായിരുന്നു. ഇത് നമ്മൾ ഇത്രയും വേദന അനുഭവിച്ച് നമ്മൾ ഡോക്ടറെ ചെല്ലുമ്പോൾ അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അതെല്ലാം നോർമലാണ്. അതെ, എല്ലാ ടെസ്റ്റും നോർമലാണ്. ഇങ്ങനെ വേദനയ്ക്കായിട്ട് വരുന്ന ഒരാളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ വെച്ച് കൊടുക്കുന്നൊരു പേരാണ് ഫൈബ്രോമയാൽജിയ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിരിക്കും, പക്ഷേ ഈ ഫുൾ ബോഡി നമുക്ക് പെയിൻ ഉണ്ടായിരിക്കും. വാക്സിൻ്റെ പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ല, ഇനി കൊറോണയുടെ പ്രശ്നമാണോ എന്ന് അറിയില്ല. നമസ്കാരം. കോവിഡിന് ശേഷം അത് മാറിയിട്ടും പലർക്കും പലവിധമായ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള അഡ്വക്കേറ്റ് അബിത ഭർത്താവിനൊപ്പം ചേരുകയാണ്. അബിതയ്ക്ക് ഈ കോവിഡ് വന്ന് ഒരു വർഷത്തിന് ശേഷം കാലിൽ ചെറിയൊരു നീര് വന്നതാണ്. പിന്നീട് ദേഹമാസകലം നീര് വരികയും വേദനയും ഒക്കെ വന്നു. 2 വർഷമായി ചികിത്സിച്ചിട്ടും യാതൊരു മാറ്റവുമില്ല. ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയുന്നില്ല. കോവിഡ് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു പ്രശ്നം തുടങ്ങിയെന്നാണ് അബിത പറയുന്നത്. അബിതയോട് തന്നെ നമുക്ക് ചോദിക്കാം, അബിത എന്താണ് പറ്റിയത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്? അറ്റ് പ്രസൻറ്റ് പറയാന്നുണ്ടെങ്കിൽ ഫിസിക്കലി നമുക്ക് യാതൊരു സ്ട്രെയിനും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എഴുതാൻ പറ്റില്ല, ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഇവൻ ചില സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല, ഒരുപാട് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ തല തൊട്ട് കാല് വരെ ഓൾമോസ്റ്റ് എല്ലാം അഫക്റ്റഡ് ആണ്. അപ്പോൾ നീര് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ പെയിൻ ഉണ്ട്, കഴക്കിൽ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പെട്ടെന്നൊരു റൂമിലേക്ക് ഒതുങ്ങി കൂടിയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു തുടക്കം? കാലിൽ ചെറിയൊരു, അതായത് ഒരു ഇഞ്ചൊക്കെ നീളത്തിൽ ചെറിയൊരു നീര് വന്നു തുടങ്ങിയതാണ്. പക്ഷേ ആ സമയത്ത് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇടയ്ക്ക് വരും പോവും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 5-6 മാസമായിട്ട് ഇതുപോലെ ഫ്രീക്വൻ്റ്ലി വന്നു പോകാൻ തുടങ്ങി. അതിനുശേഷം ചെറുതായിട്ട് വേദന തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ റൈറ്റ് ലെഗിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞ് റൈറ്റ് ലെഗിൽ ഫുള്ള് അങ്ങനെ നീര് വരാൻ തുടങ്ങി, മെല്ലെ പെയിൻ തുടങ്ങി. അപ്പോൾ ആ കാലിൽ നമ്മൾ ആ സമയത്ത് നീ ക്യാപ്പൊക്കെ ഇട്ടിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. മുട്ടിനെന്തെങ്കിലും ഒരു മുട്ടിൻ്റെ ഭാഗത്താണ് വന്നു തുടങ്ങിയത്. പക്ഷെ അതിന് ശേഷം ലെഫ്റ്റ് ലെഗിലേക്കായി, പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ കയ്യിലേക്ക് തുടങ്ങി, പിന്നെ കഴുത്തിലായി, പുറത്തായി, റിബ്സിലായി, ഫേസിലേക്കായി, തലയിലേക്കായി, അങ്ങനെ ഫുള്ള് പെയിനും നീരുമായി. അപ്പോൾ നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ ഓക്കെ, കാല് പോയി കഴിഞ്ഞാൽ കൈ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു, കൈ പോയി കഴിഞ്ഞപ്പോൾ ഓക്കെ സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കംപ്ലീറ്റ്ലി ഫുൾ അഫക്റ്റഡായി. ആ ഒരു സമയത്ത് ഭയങ്കര ഡൗൺ ആയിരുന്നു. കാരണം അത്രയും തുള്ളിച്ചാടി ഇറങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒതുങ്ങിയപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഓവർകം ചെയ്ത്, അതായത് പറഞ്ഞിടത്ത് വെച്ച് കാണാം പോട്ടെ എന്നുള്ള രീതിയിൽ പോണു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, പക്ഷെ ആർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ടെസ്റ്റ് റിസൾട്ട്സിലൊന്നും യാതൊരു കുഴപ്പമില്ല, വളരെ നോർമലാണ്. LLB പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ എക്സാം എഴുതിയത് എങ്ങനെയായിരുന്നു? ഞാൻ ഫൈനൽ ഇയർ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ഒരു 5 സെം എക്സാം പെൻഡിങ് ആയിരുന്നു. 5 സെം എക്സാം നമ്മൾ ഫൈനൽ സെമസ്റ്ററിലാണ് എഴുതുന്നത്. കൊറോണയുടെ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു 6th സെം എക്സാം എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പേജ് എഴുതേണ്ടത് നമ്മൾ ഹാഫ് പേജ് എഴുതുക, 2 പേജ് എഴുതേണ്ടത് 1 പേജ് എഴുതുക, അങ്ങനെ നമ്മൾ കട്ട് ഷോർട്ട് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നത്. കാരണം എഴുതി എത്തുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ അത് എഴുതാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എക്സാമിൻ്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്തും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കാണാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ കോളേജിൽ ചോദിച്ചു. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ചോദിച്ചപ്പോൾ അവരും പറ്റില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് കാണുമ്പോൾ നമുക്ക് വേറെ ഡിസബിലിറ്റി ഒന്നുമില്ല, പെർമനൻറ്റ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് കൊടുക്കുള്ളൂ. ഇതിപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് കൊടുക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി ഡോക്ടറുടെ സർട്ടിഫിക്കേഷൻ കൊടുത്തപ്പോൾ ബോർഡ് കൂടണം, മെഡിക്കൽ ബോർഡ് കൂടി തന്നെ തീരുമാനിക്കണം, ആ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു. ബോർഡ് കൂടാൻ പറയുമ്പോൾ അവർ പൊതുവെ പെർമനൻറ്റ് ഡിസബിലിറ്റി സർട്ടിഫൈ ചെയ്ത് കൊടുക്കാനാണ് ബോർഡ് കൂടുക. നമുക്കങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ബോർഡ് കൂടാനും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലീഗലി ഹൈക്കോർട്ടിൽ മൂവ് ചെയ്ത് ഡയറക്ഷൻ വാങ്ങി. എക്സാം 2 ദിവസം മുമ്പാണ് നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ബോർഡ് കൂടിയിട്ട് പിന്നത്തെ 4 സെമസ്റ്റർ എക്സാംസ് നമ്മൾ സ്ക്രൈബ് വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എവിടെയൊക്കെയാണ് ചികിത്സിക്കാൻ പോയത്? നമ്മൾ മെയിനായിട്ടും ജൂബിലി, സെൻറ്റ് ജെയിംസ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ജിപ്മർ, പിന്നെ ആയുർവേദം കുറേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ഡോക്ടേഴ്സ് നമ്മൾ പേഴ്സണലി ഒരുപാട് പേര് ഇന്ന ഡോക്ടർ നല്ലതാണ്,
ആളെ വീട്ടിൽ പോയി കണ്ടു നോക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ ഡോക്ടേഴ്സിൻ്റെ വീടുകളിൽ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ കുറേ നാട്ടുവൈദ്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ബേപ്പൂർ, പിന്നെ മുട്ടിക്കുളങ്ങര, അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഈ ഡോക്ടർമാരുടെ ഒക്കെ ചെല്ലുമ്പോൾ അവരെന്താണെന്നാണ് ഇത് പറഞ്ഞത്? സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫുൾ സ്റ്റേജ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ തോന്നലാണെന്ന് പറയുന്നതായിരുന്നു. അതായത് നമ്മൾ ഇത്രയും വേദന അനുഭവിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്, ഇങ്ങനെ യാതൊരു പ്രശ്നവും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അതെല്ലാം നോർമലാണ്. അതെ, എല്ലാ ടെസ്റ്റും നോർമലാണ്. അപ്പോൾ അവർ ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്ന് പറഞ്ഞ് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടും. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത്രയും ഒരു ഇതിലാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് അവരും കൈവിടുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തോ ഉണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവാത്തതാണ്. അവസാന ഘട്ടങ്ങളിൽ ഡോക്ടേഴ്സ് എന്തോ ഉണ്ട് പക്ഷെ അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് വിടുക ചെയ്യുക. എല്ലാവരും കൈയൊഴിഞ്ഞ പോലെയാണ് വിടാറ്. അപ്പോഴും നമ്മൾ ഭയങ്കര ഒരു ട്രോമയായിരുന്നു. അതായത് ഇത്രയും പഠിച്ചൊരു ഡോക്ടർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അതും എല്ലാവരും സജസ്റ്റ് ചെയ്ത് നല്ല ഡോക്ടർ എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരറിയില്ല എന്ന് പറഞ്ഞു വിടുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി ഡോക്ടേഴ്സിനെ കാണുന്ന പരിപാടി നിർത്തിയത്. കാരണം നമ്മൾ കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് പോവാം, എന്തെങ്കിലുമൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ഡോക്ടർ പറയും അറിയില്ല, എന്തോ ഉണ്ട് പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഇങ്ങനെ കയറ്റി വന്ന മോട്ടിവേഷൻ നേരെ താഴത്തേക്ക് പോകും. അങ്ങനെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ കാണലും നിർത്തി. ഒരുപാട് പെയിൻ കില്ലേഴ്സ് വരും, പക്ഷെ എനിക്കിപ്പോൾ ഒക്കെ പെയിൻ കില്ലേഴ്സ് കഴിച്ച് കഴിഞ്ഞാലും ഒട്ടും വ്യത്യാസം ഉണ്ടാവില്ല. രാവിലെ വൈകുന്നേരമൊക്കെ കഴിച്ച് കഴിഞ്ഞാലും ഒട്ടും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നിലവിൽ കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഗുളികകൾ കഴിച്ച് ഇനിയൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 months നമ്മൾ എല്ലാം നിർത്തി. ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ എന്തെങ്കിലും എഴുതുമ്പോഴൊക്കെ കൈക്ക് വേദനയാണ്. അതെ, മൊത്തത്തിൽ പെയിൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ കോർട്ടിൽ പോയി തുടങ്ങിയപ്പോൾ വല്ലാണ്ട് വയ്യാണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഓഫീസിലത് അറിയാവുന്ന കാരണം കൊണ്ട് അവിടെ എഴുതണ്ട, ഫയൽ പിടിക്കണ്ട എന്നൊക്കെ പറയും. പിന്നെ കോടതിയിലാണെങ്കിലും സ്റ്റെപ്പ് ഓടി കയറാനൊന്നും നിൽക്കണ്ട, ലിഫ്റ്റ് യൂസ് ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ അത് പെട്ടെന്ന് രാവിലെ കോടതി കയറുന്ന സമയത്ത് ലിഫ്റ്റിൽ നിറച്ച ആൾക്കാരായിരിക്കും. എങ്ങനെ നമ്മൾ മെല്ലെ പാടി പോകുമ്പോഴത്തേനും അവിടെ നോ റെപ്രസെൻറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓടാതെ വേറെ നിവർത്തിയില്ല, നമ്മൾ ഓടുക തന്നെ വേണം. പിന്നെ ഓഫീസിൽ വരുമ്പോൾ ഒരുപാട് കൈകൊണ്ടൊന്നും അവർ പ്രഷർ തരുന്നില്ല. പക്ഷെ എന്നാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പടമായിട്ടുണ്ടാകും. കട്ടിലേക്ക് ഒരു നേരെ കിടക്കാമെന്നാണ്. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വരിക ചൂടുവെള്ളത്തിൽ, കുറേ കാലമായിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. കാരണം തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കുമ്പോൾ പറ്റണില്ല, ഉപ്പിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ കുളി കഴിയുക, ഫുഡ് കഴിക്കുക, കിടക്കുക, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കിടന്നു കഴിഞ്ഞാലും ഇപ്പോൾ തലയിലൊക്കെയാണ് നീരുള്ളതെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തല എവിടെയെങ്കിലും വെച്ചാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ തല എവിടെയും നമുക്ക് വെക്കാൻ പറ്റില്ല, തലയിലൊക്കെ നീരായിരിക്കും. അതിലിപ്പോൾ പുറത്തും റിബ്സിൻ്റെ അവിടെയൊക്കെ വേദന എന്നുണ്ടെങ്കിൽ റിബ്സിലാണെങ്കിൽ ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, പുറത്താണെങ്കിൽ നേരെ കിടക്കാൻ പറ്റില്ല. അങ്ങനെ നല്ല ക്ഷീണം ഉണ്ടാവും. ഉറക്കത്തിന് കുറവൊന്നുമില്ല, നമുക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടാവും. പക്ഷേ ഈ പെയിൻ കാരണം ഉറങ്ങി കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പം അവർ ഇത് ആദ്യം പരിശോധിക്കുമല്ലോ, പരിശോധിച്ച സമയത്ത് ആദ്യം എന്താണെന്ന് അവരുടെ ഒരു അനുമാനം ആദ്യം എന്തായിരുന്നായിരുന്നു? പല രീതിയിൽ പോയായിരുന്നു. ഇപ്പോൾ വാദ എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ എന്നെയൊക്കെ 2 ടൈപ്പിലൊരു 3-4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൻജിയോന്യൂറോട്ടിക് എഡിമിയ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ അലർജി റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കി, പക്ഷെ അതും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കുറേ കോമൺ ആയിട്ട് ഫൈബ്രോമയാൽജിയ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫൈബ്രോമയാൽജിയ എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണലി നോക്കിയപ്പോൾ മസിൽസിനൊക്കെ വരുന്നൊരു പെയിനാണ്. പക്ഷെ തലയിലൊക്കെ വരുമ്പോൾ എനിക്കത് ഫൈബ്രോമയാൽജിയ ആണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ, തലയിൽ മസിൽസ് ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഇതുപോലെ MBBS പഠിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞത് ഫൈബ്രോമയാൽജിയ എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാരണം ഫൈബ്രോമയാൽജിയുടെ കോസ് എന്താണെന്നറിയില്ല, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ക്യൂർ ചെയ്യണമെന്നും അറിയില്ല. അപ്പോൾ പൊതുവേ നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ വേദനയ്ക്കായിട്ട് വരുന്ന ഒരാളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ വെച്ച് കൊടുക്കുന്നൊരു പേരാണ് ഫൈബ്രോമയാൽജിയ. അല്ലാതെ അതിൽ കൂടുതൽ വിശ്വസിക്കാൻ നിൽക്കേണ്ടത് വേറെ എന്തോ ആണ്, നീ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്കും ഡോക്ടേഴ്സ് ഇങ്ങനെ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ പറയുമ്പോൾ ഞാനിതിൽ കുറേ വായിച്ച കാരണം കൊണ്ട് അവർ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയും ഇതല്ല കേട്ടോ എന്നറിയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കിന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ അതും ആ ഡോക്ടർ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ വിട്ടായിരുന്നു. ലേറ്റർ അവൾ അതിന് നോക്കി പോയി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടേഴ്സും നമ്മളെ പറ്റിക്കാന്നൊരു രീതിയിലേക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിംറ്റംസ് ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കാരണം കേസൊക്കെ വന്നതിന് ശേഷം കുറച്ച് പേര്, അതുവരെ അധികം ആൾക്കും അറിയണ്ടായിരുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു മിനിമം ഒരു 5-6 പേരെങ്കിലും നമുക്ക് അറിയാം സെയിം സിറ്റുവേഷനുള്ളത്. അവരും പറയുന്ന മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എല്ലാം നിങ്ങളുടെ തോന്നലാന്ന് പറയും. ആർക്കും നമ്മുടെ ചുറ്റുമുള്ള ആർക്കും
മനസ്സിലാവില്ല. നമ്മുടെ എത്രത്തോളം പെയിനിലാണ് ചെല്ലുന്നത് ആർക്കും അത് മനസ്സിലാവില്ല. നമ്മളെ കണ്ടാൽ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇല്ല, പ്രശ്നമൊന്നും തോന്നില്ല. ഇപ്പോൾ നമുക്ക് നീര് വെച്ച് കഴിഞ്ഞാൽ തടിച്ചതായിട്ടേ തോന്നുള്ളൂ. ഒരു നോർമൽ നീര് പോലെയല്ല. ഇപ്പോൾ ഞെക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുഴിഞ്ഞിരിക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു അതെ, വീർത്ത് വരും അത്രേ ഉള്ളൂ. എന്നാൽ വെയിറ്റ് കൂടുക ഒന്നുമില്ല. വീർത്തങ്ങോട്ട് വരും, മെല്ലെ അങ്ങോട്ട് പോകും. അത്ര ബലൂണ് പോലെ. അതെ, ബലൂണ് പോലെ. വെയിറ്റിലൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ എല്ലാവർക്കും അതാണ്, നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്കും നമ്മുടെ പെയിൻ മനസ്സിലാവാണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമാവുക. എല്ലാവരും തോന്നലാണെന്ന് പറഞ്ഞു വിടുമ്പോൾ അത് ഭയങ്കര പ്രശ്നം. പക്ഷേ ഇത് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഈ കോവിഡിന് ശേഷമാണ്, വെരി റീസെൻ്റ്ലി തുടങ്ങിയ ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ഇത് സംബന്ധിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയും? ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ കണ്ടത് ഈ ലോങ് കോവിഡ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ടുണ്ട്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ റിപ്പോർട്ടുണ്ട്. സിമിലറാണ്, വളരെ സിമിലറാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിരിക്കും, പക്ഷേ ഈ ഫുൾ ബോഡി നമുക്ക് പെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വീക്ക്നെസ് തോന്നുക, ടയേർഡ് ആവുക, ഈ ഒരു സിംറ്റംസ്, സെയിം സിംറ്റംസ് നമ്മളതിൽ കാണുന്നുണ്ട്. അപ്പോൾ ആയിരിക്കാം, അപ്പോഴും നമുക്കറിയില്ല. ടെസ്റ്റ് റിസൾട്ടുകളിലൊന്നും കാണാത്തതുകൊണ്ടും കൺക്ലൂസീവായിട്ട് ഒരു റിപ്പോർട്ട് വരാത്തതുകൊണ്ട് നമുക്കറിയില്ല. ബട്ട് അതിന് സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. മാറ്റിയെടുക്കാൻ കഴിയുന്ന സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊരു ആത്മവിശ്വാസം ഇല്ല. ഫർദർ ഫ്യൂച്ചറിൽ എന്തെന്ന് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നതാണ്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ എഴുതാൻ പറ്റും, ബാക്കി എന്താണെങ്കിലും നമുക്ക് നോക്കാം, പോണോടത്തോളം പോട്ടെ, വൈകുന്നേരം വരുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ എഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ കൈ അങ്ങോട്ട് വളയില്ല, എഴുതി എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചറിലൊരു പോസ്റ്റ് ഗ്രാജുവേഷന് പോകണമെങ്കിലും എക്സാം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണെങ്കിലും അവിടെയും റിട്ടൺ ആണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പോൾ സീനിയറിൻ്റെ കീഴിൽ നിൽക്കുന്നു, സീനിയർ സപ്പോർട്ടീവ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഫ്യൂച്ചറിൽ എത്രത്തോളം ഇങ്ങനെ എഴുതാണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് വരിക. അതെ അതെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ല അതായത് ശരിയായി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതി കിട്ടിയാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കണ്ടാലല്ലേ അവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നില്ല എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവണില്ല, പിന്നെ വേറെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധ്യത കുറവാണല്ലോ. എന്തെങ്കിലും വിദേശത്ത് ഏതെങ്കിലും ചികിത്സ ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെ ഓരോ ധാരണകളുണ്ട്, ഒരുപാട് സ്റ്റഡീസ് പോകുന്നുണ്ട്, റിസർച്ച് പോകുന്നുണ്ട്, റിപ്പോർട്ട്സ് കാണുന്നുണ്ട്, പക്ഷെ അതിനൊന്നൊരു ക്യൂറായിട്ടോ സൊല്യൂഷനായിട്ടോ ഒന്നും എവിടെയും കണ്ടിട്ടില്ല. സർക്കാരിനെ ഈ വിവരം അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടോ? ആരോഗ്യമന്ത്രി അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് കരുതിയിട്ട് നമ്മൾ 2 years ബാക്ക് അവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാരത് ബയോടെക്കിന് മെയിൽ ചെയ്തു. നമ്മുടെ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ അയക്കാൻ പറഞ്ഞു, അതുപോലെ വാക്സിൻ്റെ ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അയച്ചു. അതൊക്കെ അയച്ചു കഴിഞ്ഞ് നമ്മളൊരു 3-4 തവണ റിമൈൻഡർ ഇട്ടു, അവർ റിപ്ലൈ ചെയ്തില്ല. അപ്പോൾ അതിനുശേഷം ഈ സെയിം മെയിലിൽ തന്നെ കോപ്പി ടു ഹെൽത്ത് മിനിസ്റ്റർക്കും ചീഫ് മിനിസ്റ്റർക്കും അങ്ങനെ എല്ലാവർക്കും വെച്ച് നമ്മൾ മെയിൽ ചെയ്തു. ആ സമയത്താണ് അവർ പിന്നെ റിപ്ലൈ ഇട്ടത്. അതായത് അവരുടെ വാക്സിൻ്റെ അങ്ങനെ പ്രശ്നം വരില്ല എന്ന് പറഞ്ഞിട്ട്. വാക്സിൻ്റെ പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ല, ഇനി കൊറോണയുടെ പ്രശ്നമാണോ എന്ന് അറിയില്ല. അതിന് മെയിൽ ത്രൂ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അതോറിറ്റീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും, ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ ഇനി ഒന്നുകൂടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൂടെ? അങ്ങനെയാണ് നമ്മൾ ഇനിയും വിചാരിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഈ ഒരു സംഭവം സഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരും നോർമലൈസ് ചെയ്ത് വിടുക. മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഏജിലുള്ള ഒരാൾക്കാണെങ്കിൽ ഫ്യൂച്ചർ ഭയങ്കര പ്രശ്നമാണ്. കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഓൾറെഡി ഒരു പൊസിഷനിലാണ്, അതിലെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കിടക്കുന്നുണ്ട്. നമ്മളൊരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. അത് കാരണം കൊണ്ട് എല്ലാവർക്കും പോകാനുള്ള മാർഗ്ഗങ്ങൾ അറിയില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും റെപ്രസെൻ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇത് 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അസുഖം എന്താണെന്ന് കണ്ടെത്താൻ പോലും ഡോക്ടർമാർക്ക് കഴിയുന്നില്ല. ഇത് കോവിഡിന് ശേഷമുള്ള ഈ ലോങ് കോവിഡ്, പോസ്റ്റ് കോവിഡ് എന്നൊക്കെ നമ്മൾ പറയും, അതാണോ ഇനി അതല്ല ഈ വാക്സിൻ്റെ പ്രശ്നമാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കാനോ ഒന്നും ഈ ഡോക്ടർമാരുടെ പരിശോധനയിൽ കഴിയുന്നില്ല എന്നും അബിത പറയുന്നുണ്ട്. അബിത ഇനിയും കിടക്കുകയാണ്, ഇനിയും വർഷങ്ങൾ കിടക്കുകയാണ് ജീവിതത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ എഴുതാൻ പോലും കഴിയുന്നില്ല. ഈ അഡ്വക്കേറ്റിൻ്റെ ജോലി തന്നെ നമുക്കറിയാം. എപ്പോഴും എഴുതണം, അങ്ങനെയുള്ള ഫയലുകൾ എടുക്കണം, കോടതിയിൽ പോയി മണിക്കൂറുകളോളം നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിൽക്കാൻ കഴിയുന്നില്ല. കാലിന് വേദനയാണ്, തളർന്നു വീഴുകയാണ്, കൈ അനക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് അബിതയുടെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മ ജെസ്സിയാണ്. ഈ
വരുമ്പോഴൊക്കെ അബിതയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, വേദനയൊക്കെ വരുമ്പോഴൊക്കെ അമ്മയാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. മകളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയായിരുന്നു ആദ്യം വന്ന് പറഞ്ഞത്? അവള് കാലിൽ മുട്ടിൽ നീരാണ് ആദ്യം വന്നിരുന്നത്. അത് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നീര് വരും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും. അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ട് തുടങ്ങി, പെയിനും തുടങ്ങി, നീരും. ഇപ്പോഴും അത് തന്നെ അവസ്ഥ, വന്ന നീര് പോണില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ തലയിൽ നീര് വരിക, പിന്നെ കണ്ണ് ബൾജ് ചെയ്ത് വരിക, മൂക്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, സാമ്പത്തികമായിട്ടും കുറേ ചിലവാക്കി. വേദന വരുമ്പോൾ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? കാലൊക്കെ പിടിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അത് ഉറക്കെ തടവാൻ പറ്റില്ല, അപ്പോൾ അവൾക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്കിന്നിൽ തൊടാത്ത രീതിയിലെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് നമ്മൾ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് കൈയൊന്ന് മുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെയൊക്കെയാണ്. അബിതയുടെ പിതാവ് സുനിൽ നമ്മുടെ പഞ്ചായത്തുണ്ട്. ഈ എങ്ങനെ ചികിത്സകളൊക്കെ എങ്ങനെയായിരുന്നു? ചികിത്സകൾ ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് അവളിത് പറയുമ്പോഴും നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികൾ ആ രീതിയിലായിരുന്നു. അപ്പം ഞാനത് വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ല. അപ്പം അതിനുശേഷം അവൾ കളരിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കളരിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. കാരണം നീര് ഇടയ്ക്കിട്ട് ചെറുതായിട്ട് വരുന്നുള്ളൂ, വളരെ നീട്ടു. അതിനുശേഷം കളരിക്ക് പോയി വന്നു കഴിഞ്ഞാൽ വീണ്ടും കൂടുതലായി വരുന്ന അവസ്ഥ വന്നപ്പോൾ വൈഫ് പറഞ്ഞു എന്തായാലും ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. ആവശ്യം നമ്മൾ ഡോക്ടറെ കാണിച്ചു. എൻ്റെ സുഹൃത്തായ ഉണ്ട്, ഒരു ചീഫ് ഫിസിഷ്യനാണ്, സീനിയർ ആയിട്ടുള്ള ഡോക്ടർ. അദ്ദേഹത്തിനെ കാണിച്ചു. അദ്ദേഹം എക്സ്റേ എടുത്ത് അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ടാബ്ലറ്റ്സ് തന്നു, കഴിച്ചു നോക്കാൻ പറഞ്ഞു. അതിൽ കുറവുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഓർത്തോയിൽ പോയി. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ മാറി 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 എത്തി അവസാനം ജിപ്മർ വരെ നമ്മൾ എത്തി. പക്ഷേ എവിടെ ചെന്നാലും നമുക്കിതിനൊരു മറുപടി കിട്ടുന്നില്ല, എന്താണ് അസുഖം എന്ന്. അവസാന സമയത്തൊക്കെ നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈ ടെസ്റ്റിലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണേ. സാധാരണ നമ്മളൊരു അസുഖം ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥിക്കുക. പക്ഷെ നമുക്ക് അവസാനം എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ മതി, ഉണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാം. ഇത് എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പോകാം. ഒരു അസുഖമാണ്, എന്തെങ്കിലും ഒരു അസുഖം കണ്ടാൽ മതി എന്നായിരുന്നു ഇന്നത്തെ പ്രാർത്ഥന. പക്ഷേ ഇതുവരെ പ്രാർത്ഥന ഫലിച്ചിട്ടില്ല. എത്രത്തോളം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്? എന്തായാലും ഒരു 7-8 ലക്ഷം രൂപ ഈ ടെസ്റ്റുകളും എല്ലാം കൂടി നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു കണക്ക് വെച്ചല്ലേ, മകളുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കണക്ക് ചെയ്ത് സൂക്ഷിക്കുന്ന ശരിയല്ല. അങ്ങനെ ഡയറി നമ്മൾ സൂക്ഷിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും നല്ലൊരു തുക ഇതിനുവേണ്ടി ചിലവായിട്ടുണ്ട്. നന്നായിട്ട് യാത്രയും ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി നമുക്ക് മാക്സിമം സ്ഥലങ്ങളിൽ എത്തിക്കാവുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ അതിന് കൃത്യമായൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി ഇത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അബിതയുടെ വിഷയം കൃത്യമായി നിരീക്ഷിക്കണം, പഠിക്കണം, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായൊരു മറുപടി കിട്ടണം. ഇതുപോലെ അബിതയെ പോലെ നിരവധി പേർ ഉണ്ട് എന്നാണ് അബിതയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അവരെല്ലാവരും ചേർന്നിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം ആൾക്കാരെ കണ്ടെത്തി ഇവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് ഉത്തരമില്ലാത്തൊരു ചോദ്യമായി അവശേഷിക്കും. തൃശ്ശൂരിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാട് TV.